ലോകമെമ്പാടും ചർച്ചാ വിഷയമായി മാറിയ ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകളിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒന്നാണ് ഭാരതത്തിൻ്റെ പൗരാണിക ചികിത്സാ രീതിയായ ആയുർവേദവും കേരളത്തിൻ്റെ മസാജ് രീതികളും. ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തികളെയും ഭരണാധികാരികളെയും മുൾമുനയിൽ നിർത്തുന്ന ഈ കുറ്റാന്വേഷണ രേഖകളിൽ എന്തിനാണ് ആയുർവേദത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾപ്പെട്ടത് എന്നത് കൗതുകത്തോടൊപ്പം തന്നെ ആശങ്കയും ഉളവാക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ട പുതിയ നിയമപ്രകാരം പുറത്തുവന്ന ആയിരക്കണക്കിന് രേഖകളിലാണ് ഈ ഞെട്ടിക്കുന്നതും എന്നാൽ വിചിത്രവുമായ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രേഖകളിൽ ഉൾപ്പെട്ട മസാജ് ടെക്നിക്കുകളെക്കുറിച്ചുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളുമാണ് ആയുർവേദത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ശതകോടീശ്വരനായിരുന്ന ജെഫ്രി എപ്സ്റ്റീൻ്റെ വസതികളിൽ നിന്നും ലഭിച്ച രേഖകളിൽ ദി ആർട്ട് ഓഫ് ഗിവിംഗ് മസാജ് എന്ന തലക്കെട്ടിലുള്ള ലേഖനങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിലാണ് 5000 വർഷം പഴക്കമുള്ള ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചും കേരളീയ ആയുർവേദത്തിലെ ശുദ്ധീകരണ പ്രക്രിയകളെക്കുറിച്ചും വ്യക്തമായ പരാമർശങ്ങളുള്ളത്. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിനായി എള്ളെണ്ണ ഉപയോഗിച്ചുള്ള മസാജ് രീതികളെക്കുറിച്ചും അതിനായി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ആയുർവേദ ചികിത്സകൾ നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചും ഈ ഫയലുകളിൽ വിവരിക്കുന്നുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ നടത്തിയിരുന്ന മസാജ് തെറാപ്പികളുടെ മറവിലായിരുന്നു പലപ്പോഴും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയായത് എന്ന വസ്തുത കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പവിത്രമായ ചികിത്സാ രീതിയുടെ പേര് അത്തരമൊരു ഫയലിൽ കടന്നുകൂടിയത് ലോകമെമ്പാടുമുള്ള ആയുർവേദ പ്രേമികളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ സുഖചികിത്സാ രീതികൾക്ക് ആഗോളതലത്തിൽ ലഭിച്ചിട്ടുള്ള പ്രശസ്തിയെ ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ തങ്ങളുടെ ദുഷ്ടലാക്കുകൾക്കായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകാമെന്ന സംശയമാണ് ഇവിടെ ഉയരുന്നത്. പുതിയ ഫയലുകൾ പുറത്തുവിടാനുള്ള തീരുമാനം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, പോപ്പ് താരം മൈക്കിൾ ജാക്സൺ, മിക് ജാഗർ തുടങ്ങിയ നിരവധി പ്രമുഖരുടെ ചിത്രങ്ങൾ ഈ രേഖകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട വളരെ കുറഞ്ഞ ഫയലുകൾ മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ എന്ന ആരോപണം ഡെമോക്രാറ്റുകൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ട്രംപും എപ്സ്റ്റീനും തമ്മിലുണ്ടായിരുന്ന ദീർഘകാലത്തെ സൗഹൃദം മുൻനിർത്തി പ്രധാനപ്പെട്ട ചില രേഖകൾ മനഃപൂർവ്വം മറച്ചുവെക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. എപ്സ്റ്റീൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ദ്വീപുകളും വസതികളിലും നടന്നിരുന്ന വിരുന്നുകളിൽ ലോകത്തെ വമ്പന്മാർ പങ്കെടുത്തതിൻ്റെ തെളിവുകൾ ഫയലുകളിൽ ഉണ്ടെങ്കിലും പല ഭാഗങ്ങളും കറുത്ത മഷി ഉപയോഗിച്ച് മറച്ചുവെച്ച നിലയിലാണ്. ഗ്രാൻഡ് ജൂറി എൻവൈ എന്ന് പേരിട്ടിട്ടുള്ള 119 പേജുകളുള്ള ഫയൽ പൂർണ്ണമായും മറച്ചുവെച്ചിരിക്കുന്നത് ഇതിനുദാഹരണമാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും നീതിന്യായ വകുപ്പ് പൂർണ്ണമായ സുതാര്യത കാണിക്കുന്നില്ലെന്നത് ഇരകളുടെ കുടുംബങ്ങളെയും ആശങ്കയിലാക്കുന്നു. എപ്സ്റ്റീൻ ഫയലുകളിൽ ആയുർവേദം പരാമർശിക്കപ്പെട്ടത് കേരളത്തിലെ സ്പാ മേഖല നേരിടുന്ന വെല്ലുവിളികളുമായി ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ആയുർവേദത്തിൻ്റെ പേരിൽ കേരളത്തിലും വിദേശങ്ങളിലും പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നുവെന്ന വാർത്തകൾ പലപ്പോഴും പുറത്തു വരാറുണ്ട്. ആയുർവേദത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന യഥാർത്ഥ വൈദ്യന്മാർക്കും സംരംഭകർക്കും ഇത്തരം വാർത്തകൾ വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. എപ്സ്റ്റീൻ്റെ ഫയലുകളിൽ ആയുർവേദവും കേരളീയ മസാജും കടന്നു വരുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഈ ചികിത്സാ രീതിയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പടരാൻ കാരണമായേക്കാം. വിഷാംശം നീക്കം ചെയ്യാനുള്ള മാർഗമായും ശരീരത്തിന് നവോന്മേഷം നൽകാനുള്ള സുഖചികിത്സയായും ആയുർവേദത്തെ എപ്സ്റ്റീൻ്റെ രേഖകൾ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ അത് അനാശാസ്യ പ്രവർത്തനങ്ങളുടെ ഒരു മറയാക്കി മാറ്റപ്പെട്ടിരുന്നോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എള്ളെണ്ണയും പുരാതന ചികിത്സാ സൂത്രവാക്യങ്ങളും കുറ്റകൃത്യങ്ങളുടെ രേഖകളിൽ സ്ഥാനം പിടിച്ചത് ആയുർവേദത്തിൻ്റെ ആഗോള വിപണിയെയും വിശ്വാസ്യതയെയും എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പിട്ട പുതിയ ഉത്തരവ് പ്രകാരം കൂടുതൽ രേഖകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുകയാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ക്രിമിനൽ പടുത്തുയർത്തിയ ഇരുണ്ട സാമ്രാജ്യത്തിൻ്റെ ആഴങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഈ ഫയലുകൾ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ഭാരതത്തിൻ്റെ ആയുർവേദത്തെപ്പോലെ പവിത്രമായ ഒരു വിജ്ഞാന ശാഖയെ അനാശാസ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് നിർഭാഗ്യകരമാണെങ്കിലും ഇത്തരം അന്താരാഷ്ട്ര അന്വേഷണങ്ങൾ വലിയൊരു പാഠമാണ് നൽകുന്നത്. ചികിത്സയുടെയും സേവനത്തിൻ്റെയും പേരിൽ നടക്കുന്ന മനുഷ്യക്കടത്തുകളും ചൂഷണങ്ങളും ആഗോളതലത്തിൽ എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമായി എപ്സ്റ്റീൻ ഫയലുകൾ മാറുകയാണ്.